സോ ഡിയാലംബേഴ്സ് പ്രിൻസിപ്പിൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തായിരുന്നു മൊഡ്യൂൾ 4. അത് കഴിഞ്ഞിട്ട് നമുക്ക് പഠിക്കാനുള്ളത് മോഷൻ ഓഫ് കണക്റ്റഡ് ബോഡീസ്. സോ ഈ മോഷൻ ഓഫ് കണക്റ്റഡ് ബോഡീസ് ആക്ച്വലി നമ്മൾ സെക്കൻഡ് മൊഡ്യൂൾ പഠിക്കേണ്ടത്. സോ അതിനകത്ത് കണക്റ്റഡ് ബോഡീസ് മൂവിങ് അല്ലായിരുന്നു. പക്ഷേ ഈ ഒരു മൊഡ്യൂൾ 4 ടോപ്പിക്സിൽ ഈ ബോഡീസ് എല്ലാം മൂവിങ് ആണ്. ആ കാര്യം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. സോ നമ്മളൊരു 2 ബോഡീസ് ഒരു സ്ട്രിങ് വെച്ചിട്ട്, ഒരു പുള്ളിയുടെ പാസ് ചെയ്ത് പോകുന്ന സ്ട്രിങ് വെച്ചിട്ട് 2 എൻഡ്സിൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കേസിൽ പുള്ളി സ്മൂത്ത് ആണെങ്കിൽ ആ ഒരു പുള്ളിയുടെ 2 സൈഡിലുള്ള ആ സ്ട്രിങ്ങിൻ്റെ ടെൻഷൻ സെയിം ആയിരിക്കും. അതുപോലെ തന്നെ ഏത് ബോഡിക്കാണോ മാസ് കൂടുതലുള്ളത് ആ ബോഡി താഴേക്ക് മൂവ് ചെയ്യും, മറ്റേ ബോഡി മുകളിലേക്ക് മൂവ് ചെയ്യും. അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ 2 ബോഡീസിന് സെപ്പറേറ്റ് നമ്മൾ ഫ്രീ ബോഡി ഡയഗ്രാമൊക്കെ വരച്ചിട്ട് ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ ദാറ്റ് ഇസ് എഫ് ഇസ് ഈക്വൽ ടു എം എ അല്ലെങ്കിൽ ഡിയാലംബേഴ്സ് പ്രിൻസിപ്പിൾ ദാറ്റ് ഇസ് എഫ് മൈനസ് എം ഈക്വൽ ടു 0 യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ഒരു ബോഡിയുടെ ആക്സിലറേഷനും ടെൻഷൻ നമ്മൾ കണ്ടുപിടിക്കും. അപ്പോൾ ഞാനിവിടെ ചെയ്തേക്കുന്നതിൽ നോട്ടിൽ എഫ് ഇസ് ഈക്വൽ ടു എം എ ആണ് ചെയ്തിട്ടുള്ളത്. കാര്യം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. ഇനി നമ്മളൊരു ഫ്രീ ബോഡി ഡയഗ്രാം ഒരു ബോഡിയുടെ സെലക്ട് ചെയ്യുമ്പോൾ ആ ബോഡി എങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുന്നത്, ആ പെർട്ടിക്കുലർ ബോഡി ഏത് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്, ആ ഡയറക്ഷനുള്ള ഫോഴ്സ് എല്ലാം പോസിറ്റീവായിട്ട് എടുക്കണം. മറ്റേ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്തായിരിക്കും, മോഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ നെഗറ്റീവായിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. ആ കാര്യം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. നെക്സ്റ്റ് ഒരു പ്രോബ്ലം നോക്കാം. എ മാസ് ഓഫ് 60 കിലോഗ്രാം ലൈസ് ഓൺ എ സ്മൂത്ത് ഹൊറിസോണ്ടൽ ടേബിൾ. സ്മൂത്ത് ഹൊറിസോണ്ടൽ ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടേബിളിൽ നിന്ന് ഒരു ഫ്രിക്ഷൻ റെസിസ്റ്റൻസും ഉണ്ടാവുന്നില്ല ആ ബോഡിയിലേക്ക്. ഇറ്റ് ഈസ് കണക്റ്റഡ് ടു എ ഫൈൻ സ്ട്രിങ് പാസിംഗ് ഓവർ എ സ്മൂത്ത് ഗൈഡ് പുള്ളി ഓൺ ദ എഡ്ജ് ഓഫ് ദ ടേബിൾ. ഈ ടേബിളിൻ്റെ എഡ്ജിലായിട്ട് എന്താണുള്ളൊരു സ്മൂത്ത് ആയിട്ടുള്ള പുള്ളിയുണ്ട്. ടു എ മാസ് 50 കിലോഗ്രാം. അപ്പോൾ ആ ഒരു പുള്ളിലൂടെ പാസ് ചെയ്ത സ്ട്രിങ്ങിൻ്റെ എൻഡിൽ ഈ ഒരു മാസ് ഓൾറെഡി ഉണ്ട്. അതിൻ്റെ മറ്റേ എൻഡിലായിട്ട് എന്താണ് ഒരു ഹാങ് ചെയ്ത് ഒരു മാസ് ഹാങ് ചെയ്തിട്ടുണ്ട് 50 കിലോഗ്രാം ഹാങ്ങിങ് ഫ്രീലി. സോ 50 കിലോഗ്രാം ഹാങ്ങിങ് ഫ്രീലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നോട്ട് ചെയ്യുക എങ്ങനെയായിരിക്കും, ജസ്റ്റ് ഫ്രീ ആയിട്ട് കിടക്കുവാണ്. ഫൈൻഡ് ദ ടെൻഷൻ ഇൻ ദ സ്ട്രിങ് ആൻഡ് ദ ആക്സലറേഷൻ ഓഫ് ദ സിസ്റ്റം. ഈ ഒരു സ്ട്രിങ്ങിലുള്ള ടെൻഷൻ എന്താണെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ഈ പുള്ളി സ്മൂത്താണെന്ന് പറഞ്ഞു കാരണം ഈ പുള്ളിയുടെ 2 സൈഡിലുള്ള ആ ടെൻഷൻ എന്ന് പറഞ്ഞ സെയിം ആണ്, ടി എന്ന് ഡിനോട്ട് ചെയ്തു. പിന്നെ ഈ ഒരു ബോഡിയുടെ മാസ് എത്രയായിരുന്നു, 60 ആണ്, ഇത് 50 ആണ്. അപ്പോൾ തന്നെ നിങ്ങൾ മാർക്ക് ചെയ്യും. ഇനി നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഈ 2 ബോഡിയുടെ ഫ്രീ ബോഡി ഡയഗ്രാമാണ് വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് ബോഡിയുടെ കേസിൽ സ്മൂത്ത് ടേബിളാണെന്ന് പറഞ്ഞ കാരണം ആ ഒരു കേസിൽ ഫ്രിക്ഷൻ റെസിസ്റ്റൻസ് ഇല്ല. ബോഡി ഏത് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷൻ സാധാരണ ഈ സർഫസിൽ കോണ്ടാക്ട് സർഫസിൽ ഫ്രിക്ഷൻ റെസിസ്റ്റൻസ് ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇവിടെ സ്മൂത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, പ്ലസ് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷനും തന്നിട്ടില്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യുക, ആ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് നെഗ്ലക്ട് ചെയ്തോളാം. പിന്നെ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാൻ പറ്റുന്ന ഡൗൺവേർഡ് ഡയറക്ഷനിൽ ഇവിടെ ഒരു വെയിറ്റ് ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ഡൗൺവേർഡ് ഡയറക്ഷൻ W1 മാർക്ക് ചെയ്യാൻ വേണമെങ്കിൽ പിന്നെ അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്തായിരിക്കും ആക്ട് ചെയ്യുക, റിയാക്ഷനും മുകളിലേക്ക് റിയാക്ഷനും. ഈ ബോഡി ഇരിക്കുന്ന ഇഷ്ടമല്ലല്ലോ ഈ സർഫസിന്. സർഫസ് അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മുകളിലേക്ക് റിയാക്ഷൻ പ്രൊവൈഡ് ചെയ്യും. അതും കൂടി വരയ്ക്കുവാണെങ്കിൽ ഫ്രീ ബോഡി ഡയഗ്രാം കംപ്ലീറ്റ് ആയിക്കോളും. ഇനി ഇവിടെ മാർക്ക് ചെയ്തേക്കുന്നത് ഈ ഡയറക്ഷൻ ആക്കണ്ട, ഈ ഒരു ബോഡി എന്തായാലും എങ്ങനെ മൂവ് ചെയ്യുള്ളൂ, താഴേക്ക് മൂവ് ചെയ്യും. അപ്പോൾ ഈ ബോഡി റൈറ്റിലേക്ക് മൂവ് ചെയ്യും. ശരിയല്ലേ, ഈ ബോഡി താഴേക്ക് മൂവ് ചെയ്യുമ്പോൾ ഈ ബോഡി റൈറ്റിലേക്ക് മൂവ് ചെയ്യും. സോ ഈ ഡയറക്ഷൻ്റെ ഫോഴ്സ് മാത്രമേ എടുക്കുന്നുള്ളൂ. ഹൊറിസോണ്ടൽ ഡയറക്ഷനുള്ള ഫോഴ്സസ് മാത്രമാണ് ഈ കേസിൽ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ കേസിൽ ഫ്രിക്ഷൻ റെസിസ്റ്റൻസ് ഇല്ലാത്തതുകൊണ്ട് ആകെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെൻഷനാണ്. ബിക്കോസ് വെയിറ്റ് എല്ലാം വെർട്ടിക്കൽ ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. സോ സം ഓഫ് ഹൊറിസോണ്ടൽ ഫോഴ്സസ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആയിട്ട് ഇക്വേറ്റ് ചെയ്യാൻ പോവാണ്. സോ ഈ ഡയറക്ഷൻ മോഷൻ റൈറ്റിലേക്കാണ്. സോ റൈറ്റിലേക്കുള്ള ഫോഴ്സ് എല്ലാം പോസിറ്റീവാണ്. സോ ടി പോസിറ്റീവാണ്. ടി ഇസ് ഈക്വൽ ടു M1A എന്ന് മാർക്ക് ചെയ്യും. ഫോഴ്സ് ഇസ് ഈക്വൽ ടു എം എ ആണ്. സോ ടി ഇസ് ഈക്വൽ ടു M1A എന്ന് ഇട്ടു. ദ വാല്യൂ ഓഫ് M1 ഫസ്റ്റ് ബ്ലോക്കിൻ്റെ മാസ് 60 ആണ്. സോ ആദ്യത്തെ ഇക്വേഷൻ ഡെവലപ്പ് ചെയ്തു. പിന്നെ അടുത്തത് സെക്കൻഡ് മാസ് സെലക്ട് ചെയ്യാണ്. സെക്കൻഡ് മാസ് എങ്ങനെയായിരുന്നു, ഫ്രീലി ഹാങ് ചെയ്യുന്ന ഒരു മാസാണ്. സോ അതിന് എന്തായാലും താഴേക്ക് അതിൻ്റെ വെയിറ്റ് ആക്ട് ചെയ്യുന്നുണ്ട്, M×G അല്ലെങ്കിൽ ക്യാപിറ്റൽ W2 എന്താണെന്ന് കണ്ടുപിടിക്കുക ആദ്യമേ തന്നെ. ദാറ്റ് ഇസ് 50 × 9.81 എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് ഇവിടെ എഴുതി വെച്ചാലും മതി കേട്ടോ. പിന്നെ ഈ ബോഡിയുടെ മുകളിലായിട്ടാണ് സ്ട്രിങ് ഉള്ളത്. ഇങ്ങനെയല്ലേ കിട്ടിയേക്കുന്നത്. സ്ട്രിങ് ആകുമ്പോൾ ടെൻഷൻ മെമ്പറാണ്, എപ്പോഴും ബോഡിനെ പിടിച്ച് വലിക്കുന്ന രീതിയിൽ വേണം ആ ടി മാർക്ക് ചെയ്യാനായിട്ട്. സോ താഴേക്ക് വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആക്ട് ചെയ്യുന്നുണ്ട്, മുകളിലേക്ക് ടെൻഷനുണ്ട്. സോ ഈ 2 കാര്യങ്ങൾ വരച്ച് നമ്മൾ എന്ത് ചെയ്യാം,
ഫ്രീ ബോർഡ് ഡയഗ്രം സെറ്റ് ചെയ്യാം. പിന്നെ എക്സ്ട്രാ ഒരു കാര്യം നോട്ട് ചെയ്യണം, ആ ഒരു ഫ്രീ ആയിട്ട് ഹാങ് ചെയ്യുന്ന ബോഡി എന്തായാലും താഴേക്കാണ് മൂവ് ചെയ്യുള്ളൂ. സോ ഡൗൺവേർഡ് ഫോഴ്സ് ഈ കേസിൽ പോസിറ്റീവ് ആണെന്നുള്ള കാര്യം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. സോ ഡൗൺവേർഡ് ഫോഴ്സ് പോസിറ്റീവ് ആകുമ്പോൾ ഏതൊക്കെയായിരിക്കും വരിക? M2G ഈ ഡയറക്ഷനാണ് ബോർഡ് മൂവ് ചെയ്യുന്നത്. സോ വെർട്ടിക്കൽ ഡയറക്ഷൻ ഫോഴ്സിനെല്ലാം ആഡ് ചെയ്യും, അതിനെ M2Aയോട് ഇക്വേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഈ രണ്ട് ബോഡിയുടെ ആക്സിലറേഷൻ സെയിം ആയിരിക്കും, ജസ്റ്റ് ഒരു സ്ട്രിങ് വെച്ചിട്ടല്ലേ കണക്ട് ചെയ്തേക്കുന്നത്. സോ രണ്ട് ബോഡിയുടെ ആക്സിലറേഷൻ സെയിം ആണ്. സോ M2G മൈനസ് T ഇസ് ഈക്വൽ ടു M2A എന്ന് മാർക്ക് ചെയ്യാം. M2യുടെ വാല്യൂ അറിയാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ റിലേഷൻ കിട്ടും. ഈ റിലേഷൻ്റെ ഉള്ളിൽ T ഇസ് ഈക്വൽ ടു എന്താണെന്ന് നമുക്കറിയാം. T ഇസ് ഈക്വൽ ടു എന്തായിരുന്നു? തൊട്ടുമ്പ് കിട്ടിയില്ലായിരുന്നു. T ഇസ് ഈക്വൽ ടു 60A എന്നാണ്. T ഇസ് ഈക്വൽ ടു 60A എന്നുള്ള റിലേഷൻ ടിയുടെ പ്ലേസിൽ 60A എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ദെൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് A കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് T ഇസ് ഈക്വൽ ടു 60Aയിൽ എയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടെൻഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. ദ നെക്സ്റ്റ് പ്രോബ്ലം. Two blocks are joined by an inextensible string as shown in figure. അപ്പോൾ ഒരു ഇൻഎക്സ്റ്റൻസിബിൾ ആയിട്ട് ഒരു സ്ട്രിങ് യൂസ് ചെയ്ത് ഇങ്ങനെ രണ്ട് ബോഡീസ് കണക്ട് ചെയ്തേക്കും, ടു ബ്ലോക്സ് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇഫ് ദ സിസ്റ്റം ഇസ് റിലീസ്ഡ് ഫ്രം റെസ്റ്റ്, അപ്പോൾ ആദ്യം ഞാൻ ഹോൾഡ് ചെയ്ത് വെച്ചേക്കാമെന്ന് വിചാരിക്കാം. അപ്പോൾ ജസ്റ്റ് റിലീസ് ചെയ്തു, അത് റെസ്റ്റ് ചെയ്യുന്ന ജസ്റ്റ് അത് മൂവ് ചെയ്ത് തുടങ്ങി. ഓക്കെ, അപ്പോൾ ആ ഒരു കേസിലുള്ള എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഡിറ്റർമിൻ ദ വെലോസിറ്റി ഓഫ് ബ്ലോക്ക് ആഫ്റ്റർ ഇറ്റ് ഹാസ് മൂവ് 2 മീറ്റർ. 2 മീറ്റർ ഡിസ്റ്റൻസ് മൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഇൻസ്റ്റൻറ്റിലുള്ള വെലോസിറ്റി എന്താണെന്ന് കണ്ടുപിടിക്കണം. അസ്യൂം ദ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ബ്ലോക്ക് ആൻഡ് ദ പ്ലെയിൻ ഇസ് 0.25. സോ ഈ കേസിൽ ഇത് കണ്ടോ, ഇതൊരു ഹൊറിസോണ്ടൽ ടേബിളിലാണ് റെസ്റ്റ് ചെയ്യുന്നത്, പ്ലസ് അതിൻ്റെ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ തന്നിട്ടുണ്ട് ഈ ബ്ലോക്കും ഈ പ്ലെയിനും തമ്മിലുള്ള. അത് തന്നേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, ബോഡി മൂവ് ചെയ്യുന്നതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. സോ ഈ കേസിൽ ഇവിടെ ഒരു ടേബിൾ ഉണ്ട്, സെയിം സിറ്റുവേഷൻ പോലെ തന്നെ കേട്ടോ. ടേബിൾ ഉണ്ട്, ഹാങ് ചെയ്തിട്ട് ഒരു ബ്ലോക്ക് ഉണ്ട്. ഈ കേസിൽ ഈ ബ്ലോക്ക് താഴേക്ക്, ബ്ലോക്ക് ബി താഴേക്ക് മൂവ് ചെയ്യും. സോ ബ്ലോക്ക് എ റൈറ്റിലേക്ക് മൂവ് ചെയ്യും. സോ അങ്ങനെയാണ് മോഷൻ വരുന്നത്. അപ്പോൾ ഈ ബ്ലോക്ക് എ റൈറ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എന്തായിരിക്കും ആക്ട് ചെയ്യുന്നത്? ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ആക്ട് ചെയ്യുന്നുണ്ട്. മറ്റേ പ്രോബ്ലത്തിൽ സ്മൂത്ത് ആയിട്ട് ടേബിൾ എന്ന് പറഞ്ഞു, പക്ഷേ ഈ പ്രോബ്ലത്തിൽ ഇതൊരു സ്മൂത്ത് ആയിട്ടുള്ള ടേബിൾ അല്ല. അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ട വെലോസിറ്റിയാണ്. സോ വെലോസിറ്റി കണ്ടുപിടിക്കാൻ ആദ്യമേ തന്നെ ആക്സിലറേഷൻ കണ്ടുപിടിക്കണം. നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ രണ്ട് ബ്ലോക്കിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രം വരച്ചിട്ട് ആക്സിലറേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. സോ അതിനോട് ആദ്യമേ തന്നെ ഞാൻ ഈ ഒരു ബ്ലോക്ക് സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്തു? വെയിറ്റ് WA മാർക്ക് ചെയ്തു. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എന്താണ് റിയാക്ഷൻ ഉണ്ടല്ലോ, റിയാക്ഷൻ മാർക്ക് ചെയ്തു. ഇവിടെ ഒരു സ്ട്രിങ് ഉണ്ട്, ഈ സൈഡിലാണ് സ്ട്രിങ്. സ്ട്രിങ്ങിൻ്റെ ഡയറക്ഷൻ മാർക്ക് ചെയ്തു. സ്ട്രിങ് ടെൻഷൻ മെമ്പറാണ്, വലിക്കുന്ന രീതിയിൽ മാർക്ക് ചെയ്യുക. പിന്നെ ബ്ലോക്ക് ഈ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് എപ്പോഴും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. ഈ ഡയറക്ഷനിലേക്ക് മാർക്ക് ചെയ്യുക. അതാണ് μRn. ഫ്രിക്ഷൻ റെസിസ്റ്റൻസിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് μRn. സോ ഈ Rn കണ്ടുപിടിക്കാൻ വേണ്ടി സം ഓഫ് വെർട്ടിക്കൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു 0 ആണ്. സോ Rn മൈനസ് W ഇസ് ഈക്വൽ ടു 0. Rn ഇസ് ഈക്വൽ ടു WA ആണ്. വെയിറ്റ് തന്നെയാണ് Rn ഈ കേസിൽ. സോ Rn കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? WA തന്നെയാണ് ഓർത്തിരിക്കാം. പിന്നെ ഈ ഡയറക്ഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ബോഡി മൂവ് ചെയ്യുന്ന റൈറ്റിലേക്കാണ്. സോ റൈറ്റിലേക്കുള്ള ഫോഴ്സ് തന്നെ പോസിറ്റീവ് ആണ്. സോ T മൈനസ് μRn ഇസ് ഈക്വൽ ടു MA എന്ന് മാർക്ക് ചെയ്യാം, മാസ് ഇൻറ്റു ആക്സിലറേഷൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ മ്യൂയുടെ വാല്യൂ അറിയാം, Rnൻ്റെ വാല്യൂ നമുക്കറിയാം, വെയിറ്റ് ഓഫ് ദ ബോഡി തന്നെയാണ്. അങ്ങനെ ഫോം ചെയ്ത് ആദ്യമേ ഒരു ഇക്വേഷൻ ഫോം ചെയ്യുക. T മൈനസ് 200A ഇസ് ഈക്വൽ ടു 490.5 എന്ന് കിട്ടും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്ലോക്ക് ബി സെലക്ട് ചെയ്യണം. ബ്ലോക്ക് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ സെയിം പോലെ തന്നെയാണ്. ഒരു ബ്ലോക്ക് താഴേക്ക് വെയിറ്റ് ആക്ട് ചെയ്യുന്നുണ്ട്, മുകളിലേക്ക് സ്ട്രിങ്ങിൻ്റെ ടെൻഷൻ ഉണ്ട്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് നിങ്ങൾ മാർക്ക് ചെയ്യും. പിന്നെ ബ്ലോക്ക് താഴേക്ക് മൂവ് ചെയ്യുന്ന, സോ ഡൗൺവേർഡ് ഫോഴ്സ് ആണ് പോസിറ്റീവ്. ഇപ്പോൾ MBG മൈനസ് T ഇസ് ഈക്വൽ ടു MBA എന്ന് വരും. ജസ്റ്റ് വാല്യൂസിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതുപോലെ തന്നെ വേറൊരു ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ആദ്യത്തെ അന്നോൺ T ആയിട്ട് സെറ്റ് ചെയ്യുക, രണ്ടാമത്തെ A. ഇക്വേഷൻ്റെ ഓർഡർ സെയിം ആണ് നോക്കുക. ഇസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് എന്നുള്ള രീതിയിൽ രണ്ട് ഇക്വേഷൻസ് എഴുതുക. ഇത് കാൽക്കുലേറ്റർ സോൾവ് ചെയ്യാൻ വേണ്ടി മോഡിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇക്വേഷൻ എന്ന് പറഞ്ഞൊരു പോർഷൻ വരും. അതിനകത്ത് ആദ്യത്തെ ഫോർമാറ്റ് നിങ്ങൾ സെലക്ട് ചെയ്യുക, ഫസ്റ്റ് വൺ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ AX പ്ലസ് BY ഇസ് ഈക്വൽ ടു C ആ ഒരു ഓപ്ഷൻ ആയിരിക്കും കിടക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് X എന്ന് പറഞ്ഞാൽ T ആണ്, Y എന്ന് പറഞ്ഞാൽ ഈ കേസിൽ A ആണ്. രണ്ട് അന്നോൺസ്. സോ ആദ്യം 1 ഈക്വൽ ടു മൈനസ് 200 ഈക്വൽ ടു 490.5 ഈക്വൽ ടു 1 ഈക്വൽ ടു 300 ഈക്വൽ ടു 2943 ഈക്വൽ ടു അടിക്കുമ്പോൾ രണ്ട് ആൻസേഴ്സ് വരും. എക്സ് ഇസ് ഈക്വൽ ടു ഒരു വാല്യൂ, വൈ ഈക്വൽ ടു വാല്യൂ. എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ T ആണ്, എയുടെ വാല്യൂ ആയിരിക്കും വൈയുടെ കിട്ടുന്നത്.
അപ്പോൾ വൈയുടെ വാല്യൂ കിട്ടുന്നത് നമുക്ക് ടെൻഷൻ കണ്ടുപിടിക്കാനായിട്ട് ആവശ്യമില്ല. സോ എയുടെ വാല്യൂ കിട്ടുന്നത് ദാറ്റ് ഈസ് വൈയുടെ വാല്യൂ 4.905 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 2 മീറ്റർ മൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യട്ടെ. ആദ്യം സ്റ്റാർട്ടിങ്ങിൽ അത് റെസ്റ്റിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സിസ് ഈസ് ഈക്വൽ ടു 2 ആണ്. ആക്സിലറേഷൻ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ദെൻ റെസ്റ്റ് ചെയ്യുന്നതായിരുന്നു യു ഇസ് ഈക്വൽ ടു 0 ആണ്. വി കണ്ടുപിടിക്കാൻ വേണ്ടി ഈ റിലേഷൻ അങ്ങ് യൂസ് ചെയ്യുക. ഈ റിലേഷനുള്ളിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് വി എന്താണെന്ന് കിട്ടും. ദെൻ നെക്സ്റ്റ് വൺ ഇസ് എ സിസ്റ്റം ഓഫ് ബോഡി ഷോൺ ഇൻ ഫിഗർ സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ്. സ്റ്റാർട്ട് ഇങ്ങനെ അത് റെസ്റ്റ് ആയിരുന്നു, അത് കഴിഞ്ഞിട്ട് അത് മൂവ് ചെയ്യണം കേട്ടോ. ഡിറ്റർമിൻ ദ ആക്സിലറേഷൻ ഓഫ് ദ ബോഡി ബി ആൻഡ് ദ ടെൻഷൻ ഇൻ ദ സ്ട്രിങ് സപ്പോർട്ടിങ് എ. അപ്പോൾ എനെ സപ്പോർട്ട് ചെയ്യുന്ന സ്ട്രിങ്ങിലെ ടെൻഷൻ കണ്ടുപിടിക്കണം, ബിയുടെ ആക്സിലറേഷനും കാൽക്കുലേറ്റ് ചെയ്യണം. സോ എ ബിയും കാൽക്കുലേറ്റ് ചെയ്യണം, ടിയും കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഈ ഒരു പ്രോബ്ലത്തിൽ ഇൻക്ലൈൻ പ്ലെയിൻ സർഫസിൻ്റെ പ്രോബ്ലമാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അസ്യൂം ചെയ്യും ബോഡി എങ്ങനെ മൂവ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ തൽക്കാലം ഞാൻ അസ്യൂം ചെയ്തേക്കുന്ന ഈ ബ്ലോക്ക് എ താഴേക്ക് മൂവ് ചെയ്യുന്നു, ബ്ലോക്ക് ബി മുകളിലേക്ക് മൂവ് ചെയ്യാണ്. ബ്ലോക്ക് എ താഴേക്ക് മൂവ് ചെയ്യുമ്പോൾ ബ്ലോക്ക് ബി മുകളിലേക്ക് മൂവ് ചെയ്യും എന്നുള്ളൊരു അസംഷനാണ് ഇവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ ഈ കേസിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു പുള്ളിയെ കണക്ട് ചെയ്ത് ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ടാണ് സ്ട്രിങ് പോയേക്കുന്നത്. സോ ഇങ്ങനെയാണ് സ്ട്രിങ് പോയേക്കുന്നതെങ്കിൽ ഈ ഒരു ബ്ലോക്കിന് ഡബിൾ ടെൻഷനാണ്. ഈ സ്ട്രിങ്ങിന് ടെൻഷനും വരും, ഈ സ്ട്രിങ്ങിന് ടെൻഷനും വരും എഫക്റ്റ്. സോ ഈ ഒരു ബ്ലോക്കിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലോക്ക് എയുടെ മൂവ്മെൻറ്റിന് ഡിസ്പ്ലേസ്മെൻറ്റ് പകുതിയെ കാണുള്ളൂ. ഈ ഒരു ബ്ലോക്ക് ഈ ബ്ലോക്ക് ബി വളരെ ചെറിയ ആക്സിലറേഷനായിരിക്കും മൂവ് ചെയ്യുള്ളൂ കമ്പയർഡ് ടു ബ്ലോക്ക് എ. സോ ബ്ലോക്ക് എയുടെ ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലോക്ക് ബിയുടെ ആക്സിലറേഷൻ്റെ ഇരട്ടിയാണ്. കാര്യം എപ്പോഴും ഓർത്തിരുന്നു, അങ്ങനത്തെ പ്രോബ്ലംസ് ആണ്. പുള്ളിനെ റൗണ്ട് ചെയ്തിട്ടാണ് ഈ സ്ട്രിങ് വരുന്നതെങ്കിൽ ഈ ഒരു ബ്ലോക്കിൻ്റെ ആക്സിലറേഷൻ്റെ ഇരട്ടിയായിരിക്കും ജസ്റ്റ് ഇങ്ങനെ ഹാങ് ചെയ്തേക്കുന്ന ഈ ഒരു ബോഡിയുടെ ആക്സിലറേഷൻ. സോ ആദ്യമേ തന്നെ എഴുതുക. പിന്നെ ഈ ഒരു റിലേഷൻ നമുക്ക് തൽക്കാലം ഇപ്പോൾ ആവശ്യമില്ല, പക്ഷേ ജസ്റ്റ് ഒന്ന് ചിലപ്പോൾ ആവശ്യം വരും നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോബ്ലത്തിൽ. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ ആദ്യമേ തന്നെ ഞാൻ ഈ ഒരു ബ്ലോക്ക് സെലക്ട് ചെയ്യണം. സോ ഈ ബ്ലോക്ക് എങ്ങോട്ട് മൂവ് ചെയ്യുന്ന അസ്യൂം ചെയ്യും, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ അസ്യൂം ചെയ്യാം. തൽക്കാലം ഞാൻ അസ്യൂം ചെയ്യുന്നത് താഴേക്ക് മൂവ് ചെയ്യും, ഇത് റൈറ്റിലേക്ക് മൂവ് ചെയ്യും, ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നതാണ് അസ്യൂം ചെയ്യുന്നത്. തിരിച്ച് നിങ്ങൾ അസംഷൻ എടുത്താലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ അസംഷൻ ഏതാണ് കറക്റ്റ്, നമ്മൾ എടുത്തേക്കുന്ന അസംഷൻ കറക്റ്റ് അല്ലെങ്കിൽ നെഗറ്റീവ് ആൻസർ വരുമെന്ന് മാത്രമേ ഉള്ളൂ. സോ മുകളിലേക്ക് ടെൻഷൻ മാർക്ക് ചെയ്തു, താഴേക്ക് വെയിറ്റ് മാർക്ക് ചെയ്തു, ഡൗൺവേർഡിലേക്ക് മൂവ് ചെയ്യുന്നത്. സോ ഡൗൺവേർഡ് ഫോഴ്സ് പോസിറ്റീവ് ആണ്. സോ എം എ ജി മൈനസ് ടി ഇസ് ഈക്വൽ ടു എം എ എന്ന് മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് വെയിറ്റ് തന്നിട്ടുള്ള മാസിലേക്ക് കൺവേർട്ട് ചെയ്യണം. മാസിൻ്റെ പ്ലേസിലല്ല, മാസ് മാർക്ക് ചെയ്യുക. എം എ ജി എന്ന് പറഞ്ഞാൽ വെയിറ്റ് ആണ്. സോ 500 എന്ന് മാർക്ക് ചെയ്യുക. പിന്നെ ഇത് സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു അറേഞ്ച്മെൻറ്റ് ഓർത്തോളണം. ഇവിടെ ഒരു പ്ലസ് ആണ് വരുന്നത്, ഇട്ടപ്പോൾ മാറിപ്പോയതാണ്. ഇവിടെ ഒരു പ്ലസ് ആണ്. റീഅറേഞ്ച് ചെയ്ത് വരുമ്പോൾ ഇവിടെ പ്ലസ് വരും, ടി മൈനസ് എന്നല്ല ടി പ്ലസ് ഒരു വാല്യൂ വരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ബ്ലോക്കിലേക്ക് പോകണം. ബ്ലോക്കിലേക്ക് വരയ്ക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചോളണം, അതിൻ്റെ കേഴ്സർ നോക്കുക. വെയിറ്റ് ഡൗൺവേർഡ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ വെയിറ്റിന് ഒരു ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്, ഈ പ്ലെയിന് നോർമലായിട്ടൊരു കമ്പോണൻറ്റ് കാണും, പ്ലെയിന് നോർമലായിട്ടും കമ്പോണൻറ്റ് കാണും, പ്ലെയിനിന് പാരലായിട്ടും കമ്പോണൻറ്റ് കാണും. പാരലായിട്ട് കമ്പോണൻറ്റ് എപ്പോഴും ഈ ഡയറക്ഷനിലേക്ക്, നമുക്കറിയാം ഒരു വെയിറ്റ് കാരണം ഈ ബോഡിക്ക് ഇങ്ങോട്ടേക്ക് ഹൊറിസോണ്ടൽ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ അത് പാരലായിട്ട് നിങ്ങൾ താഴേക്ക് ഇങ്ങനെയാണ് ഇംഗ്ലൈൻഡ് ഇങ്ങനെ ഈ ഡയറക്ഷൻ ഇംഗ്ലൈൻഡ് ആയിട്ടിരിക്കുന്നെങ്കിൽ ഇവിടെ എം ജി സൈൻ 30 എന്ന് മാർക്ക് ചെയ്യുക. ഇനി ഏതെങ്കിലും കേസ് നമുക്ക് ഇങ്ങനെ നോർമൽ ഡയറക്ഷനുള്ള ഫോഴ്സ് മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എം ജി കോസ് 30, കണ്ടോ ഈ ആരോ, എം ജി കോസ് 30 താഴേക്കായിരിക്കും ആക്ട് ചെയ്യുന്ന കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഈ കേസിൽ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ തന്നിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് ഫ്രിക്ഷൻ റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നമുക്കത് ബോഡി മുകളിലേക്ക് മൂവ് ചെയ്യാന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ഈ ഡയറക്ഷനുള്ള പ്ലെയിന് പാരലൽ ഡയമെൻഷൻ ഫോഴ്സ് മാത്രം മൈൻഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ 2t മുകളിലേക്കല്ലേ പോസിറ്റീവാണ്, 2t മൈനസ് എം ബി ജി സൈൻ 30 എന്ന് വരും. അപ്പോൾ ഇവിടെ ചെറിയ കറക്ഷൻ ഉണ്ട്. ഈ എം ബി ജിയുടെ വാല്യൂ ആണ് 750. സോ എഗെയിൻ നിങ്ങൾ 750 × 9.81 ചെയ്യേണ്ട, എം ബി ജിയുടെ വാല്യൂ 750 തന്നെയാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒരു കറക്ഷൻ ഉണ്ട്, അത് നിങ്ങൾ കറക്റ്റ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. കിട്ടുന്ന ഇക്വേഷൻ ഈ ഇക്വേഷൻ ആയിരിക്കണം എന്നില്ല. അപ്പോൾ നിങ്ങൾ കറക്റ്റ് ചെയ്യുക. ഇക്വേഷൻ ഒരു 375 ആ റേഞ്ചിലെ കോൺസ്റ്റൻറ്റ് വരുന്നത്, അത് ചെക്ക് ചെയ്യുക. പിന്നെ നമുക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടി. ആദ്യം ഇക്വേഷൻ നമ്പർ 1 ഉണ്ട്. അപ്പോൾ അൺനോൺസിൻ്റെ ഓർഡർ ശരിയാണ്, ആദ്യം ടി, രണ്ടാമത് എ ബി. അപ്പോൾ രണ്ടും കാൽക്കുലേറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ടിയുടെയും എ ബിയുടെ വാല്യൂ കിട്ടും. അപ്പോൾ നമുക്ക് ഈ രണ്ട് വാല്യൂസാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്, രണ്ടും കറക്റ്റ് ചെയ്യുക. അപ്പോൾ ആദ്യ ഇക്വേഷൻ ടി പ്ലസ് ആണ്, മറ്റേ സെക്കൻഡ് ഇക്വേഷൻ്റെ ഉള്ളിൽ ഈക്വൽ ടു കോൺസ്റ്റൻറ്റിന് വേറൊരു ടേമാണ്,
അത് 375 സംതിങ് ആണ്. ഇത് നിങ്ങൾ തന്നെ ചെയ്യും.